ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ സത്യം പറഞ്ഞ അവര് പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അതായിരിക്കും അയാളുടെ ലക്ഷ്യം. അവര് പിരിവെന്ന് പറഞ്ഞാലും ഈ നിത്യഹരിയുടെ വീട്ടിൽ നിന്ന് പോകണ്ടേ? പിന്നെ ചെന്ന് കയറാനുള്ളത് ജീവൻ താമസിക്കുന്ന അതേ വീട്ടിലേക്കല്ലേ? അതെ, അച്ഛനും മോനും ഒരു ഭാഗത്ത്, അമ്മയും അമ്മയുടെ പ്രിയപ്പെട്ട മോളും മറ്റൊരു ഭാഗത്ത്. സംഗതി രസമായിരിക്കും. വീണ, മുമ്പോട്ടുള്ള ജീവിതത്തിൽ എനിക്ക് ചില പ്ലാനുകളൊക്കെ ഉണ്ട്. ജയാറിനെ പോലെ വളരാനൊന്നുമല്ല, അതിനും കുറെ താഴെ വരെയെങ്കിലും ഒന്ന് എത്താൻ. അതുകൊണ്ട് ജയാർ എല്ലാ കാലത്തും നമ്മുടെ നല്ല സുഹൃത്തായിരിക്കണം. ജീവൻ നമ്മുടെ നല്ല സുഹൃത്തായിരിക്കണമെങ്കിലേ അതിനൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മളെ കൊണ്ട് ജീവന് കാര്യമുണ്ടെന്ന് അയാൾക്ക് തോന്നണം. അല്ലാതെ ഒരു സെന്റിമെന്റ്സും അയാളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല. പണ്ടേ അയാളെ ജീവിതം അളന്ന് തൂക്കി ജീവിക്കുന്ന ആളാ. ഇപ്പൊ അയാൾക്ക് ജീവിതം പോലും ബിസിനസ്സാ. ശ്രദ്ധിച്ചാ മതി, ഗുണമുണ്ടാവും. അല്ല, പോലീസുകാരുടെ നിർദ്ദേശമൊക്കെ ശരി, പക്ഷേ ഹരിയും നിത്യം തമ്മിൽ ശരിക്കും വേർപിരിയോ? അല്ല, മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ചോദിക്കുക. ഈ പോലീസുകാരാണോ നിങ്ങളെ പിരിക്കുന്ന കാര്യം തീരുമാനിക്കുന്നത്? എടാ, നീ കണ്ണീര് മാത്രം കുടിച്ചോണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? അന്നൊക്കെ ഈ പോലീസുകാർ എവിടെയായിരുന്നു? നിന്നെ കൊല്ലാൻ ആ ജീവൻ പലവട്ടം നോക്കിയതല്ലേ? അന്ന് ആരെയും കണ്ടില്ലല്ലോ. സിഐയോട് അയാൾ എന്തോ പറഞ്ഞയച്ചു. സിഐ അത് ഞങ്ങളോട് പറഞ്ഞു. അത് പാലിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഞാൻ ഹരിയെ വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാ അവര് ചെയ്യട്ടെ. പിടിച്ച് ജയിലിടുന്നെങ്കിൽ ഇടട്ടെ. ഇതിപ്പോ ഏറ്റവും വിചിത്രമായ സംഗതി എന്താണെന്നറിയോ? ജീവൻ ഭാര്യ നഷ്ടപ്പെട്ടതിൽ ദുഃഖിതനാണെന്ന്. നമുക്കൊരു വക്കീലിനെ കണ്ടാലോ? അവർക്കൊക്കെ അല്ലേ ഇത്തരം കാര്യങ്ങളിൽ ശരിക്കും അഭിപ്രായം പറയാൻ പറ്റൂ. ആന്റി, അത് പ്രശ്നമാണ്. വെറും തെളിവുകൾ മാത്രമാണ് നോക്കുന്നതെങ്കിൽ ജീവൻ പറയുന്നതിൽ ന്യായം കാണാൻ അവർക്ക് പറ്റും. കാരണം കോടതിക്ക് വിവാഹം ഔദ്യോഗികമാണ്. ഇതിപ്പോ നിയമം മാത്രം മതി. ആ നിയമത്തിന്റെ പേരിൽ അവര് തമ്മിൽ തല്ലുന്നുണ്ടോ, തമ്മിൽ കൊല്ലുന്നുണ്ടോ, അതൊന്നും അറിയണ്ട. അല്ല, അവനാ വരവ് വന്നപ്പോഴേ ഇവിടുന്ന് നമ്മൾ ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചതല്ലേ? അതങ്ങ് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ പേടിച്ചോടിയാൽ അവര് പിന്നാലെ വരില്ലേ രാമകൃഷ്ണേട്ടാ? ഇത്രയൊക്കെ ചെയ്തു കൂട്ടുന്നവന് അതിനെന്താ പ്രയാസം? അമ്മേ, ഞാൻ എന്താ അമ്മേ ചെയ്യേണ്ടത്? മോളെ, അവന് നിന്നെ പിടിച്ചെടുക്കാനൊന്നും പറ്റില്ല. എനിക്കറിയാം, എന്നോട് അറപ്പാണ്, വെറുപ്പാണ്. അങ്ങനെയുള്ളൊരാള് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് കരുതിക്കൂടെ? ഈ കാര്യത്തിലെങ്കിലും എന്റെ ഭർത്താവിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോന്ന് എനിക്കറിയണം. ഇതിന് പിന്നിൽ മകന്റെ തന്നിഷ്ടമാണോ അച്ഛന്റെ ഉപദേശമാണോ എന്ന് അറിയണമല്ലോ.